Hi friends, today we are discussing on the topic India's BOPs, India's balance of payments. A review of India's merchandise trade and balance of payments since the commencement of economic പ്ലാനിംഗ് റിവേഴ്സ് ദ ഫോളോയിങ് പോയിൻറ്റ്സ്. അപ്പോൾ സാമ്പത്തികാസൂത്രണം ആരംഭിച്ചത് മുതൽ ഇന്ത്യൻസ് ട്രേഡ് ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്നിവയുടെ അവലോകനം താഴെ പറയുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. സോ ഒരു 16 പോയിൻറ്റ്സും പിന്നെ ഒരു ടേബിളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യാസ് ബോബ്സ് ഓർ ഇന്ത്യാസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്ന ഈ ടോപ്പിക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ വി ക്യാൻ സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ, ബോത്ത് എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഹാവ് ഗ്രൗൺ കൺസിഡറബിളി. അതായത് കയറ്റുമതിയും ഇറക്കുമതിയും ഗണ്യമായി വർദ്ധിച്ചു. Second one, except for 2 years, in all the years since 1951, imports were larger than export. 1951 മുതലുള്ള എല്ലാ വർഷങ്ങളിലും ഇറക്കുമതി കയറ്റുമതിയേക്കാൾ വലുതായിരുന്നു. Third one, until about the mid-1980s, the export performance of India was very poor in comparison with other countries in general. 1980കളിലെ പകുതി വരെ മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ കയറ്റുമതി പ്രകടനം വളരെ മോശമായിരുന്നു. ഫോർത്ത് വൺ, the share of India in the total world exports fell from about 2% in 1915 to 1.7% in 2015. അപ്പോൾ വേൾഡ് എക്സ്പോർട്ടിൽ ഇന്ത്യയുടെ ഷെയർ 1950 എത്രയായിരുന്നു? 2% ഉണ്ടായിരുന്നു. എന്നാൽ 2015 അത് 1.7% ആയി. Fifth one, India was the 13th largest exporter in 1915, but her rank was 22nd in 2010. അപ്പോൾ 1950 ഇന്ത്യ വാസ് ദ ലാർജസ്റ്റ് എക്സ്പോർട്ടർ. 1950 ലാർജസ്റ്റ് എക്സ്പോർട്ടിംഗ് പട്ടികയിൽ എന്തായിരുന്നു? 13th റാങ്കിങ് ഉണ്ടായിരുന്നു. പക്ഷേ 2010 അത് എത്രയായി? 22nd ആയി. സിക്സ്ത് വൺ, although India's export as a percentage of the GDP have improved since liberalization, it is still very low even in comparison with many other developing countries. അപ്പോൾ ഇന്ത്യൻ എക്സ്പോർട്ട് പെർസെൻറ്റേജ് ഓഫ് ദ GDP, അപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് GDP ലിബറലൈസേഷന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് സ്റ്റിൽ വെരി ലോ ഈവൻ ഇൻ കമ്പാരിസൺ വിത്ത് മെനി അതർ ഡെവലപ്പിംഗ് കൺട്രീസ്. പക്ഷേ അതിപ്പോഴും വളരെ ലോയാണ്. മറ്റ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിപ്പോഴും വളരെ ലോയാണ്. സെവൻത്ത് വൺ, although India's terms of trade have been fluctuating over the long term, it ever remains positive. അപ്പോൾ ഇന്ത്യയുടെ ടേംസ് ഓഫ് ട്രേഡിലൊക്കെ ഉണ്ട് ഒരു അയവ്, ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഒരു ചാഞ്ചാട്ടമൊക്കെ വന്നിട്ടുണ്ട്. ഓവർ ദ ലോങ് ടേം, ദീർഘകാലയളവിൽ എന്താണ്? അത് റിമെയിൻസ് പോസിറ്റീവ്, അത് പോസിറ്റീവായി തന്നെ തുടരുന്നു. എയ്ത്ത് വൺ, ദർ ഹാസ് ബീൻ very significant change in the composition of the India's exports. Manufactured products now account for over 3/4 of the export as against the dominance of primary commodities in the early period. അപ്പോൾ ഇന്ത്യയുടെ വ്യാപാര ഘടനയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് വന്നിട്ടുണ്ട്. എന്നാൽ കൂടി ആദ്യം ഡോമിനൻസ് എന്തിനായിരുന്നു? പ്രൈമറി കമ്മോഡിറ്റീസിനായിരുന്നു നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ഡോമിനൻസ് ഉണ്ടായിരുന്നത്. പ്രൈമറി കമ്മോഡിറ്റീസ് ആയിരുന്നു എക്സ്പോർട്ട് ചെയ്യാൻ ഡോമിനൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായി? മാനുഫാക്ചർ പ്രൊഡക്ട്സ് ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. Then ninth one, the direction of India's foreign trade, the source of imports and destination of export has undergone significant change. അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ്, അതായത് വ്യാപാര ദിശ, ദ സോഴ്സ് ഓഫ് ഇമ്പോർട്ടും ദ ഡെസ്റ്റിനേഷൻ ഓഫ് എക്സ്പോർട്ടിലൊക്കെ എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആയ ചേഞ്ച് വന്നിട്ടുണ്ട്. 10th one, the share of OECD in India's foreign trade has declined sharply. അപ്പോൾ ഇന്ത്യൻ ഫോറിൻ ട്രേഡിൽ OECD ഉണ്ടായിരുന്ന ഷെയറിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. 11th one, the share of USA in India's exports continues to be very high while its share in India's import has fallen very steeply. അപ്പോൾ ഇന്ത്യാസ് എക്സ്പോർട്ടിൽ USA ഉണ്ടായിരുന്ന ഷെയർ എന്തായിട്ടുണ്ട്? കണ്ടിന്യൂസ് ടു ബി വെരി ഹൈ. പക്ഷേ ഇന്ത്യൻ ഇമ്പോർട്ട്സിൽ USA ഷെയർ എന്ത് ചെയ്തു? ഫാൾ ചെയ്തു.
12th one, the OPEC is a much more important trade partner of India than in the 1960s, mainly because of the importance of oil. അപ്പോൾ 1950-കൾക്ക് ശേഷം ഒപെക് ഇന്ത്യയുടെ ഒരു മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ട്രേഡ് പാർട്ട്ണർ ആയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ത് തന്നെയാണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഓയിൽ തന്നെയാണ്. 13th one, while the share of Eastern Europe in India's trade has declined, that of other developing countries has increased very substantially. അപ്പോൾ ഇന്ത്യൻ ട്രേഡിൽ ഈസ്റ്റേൺ യൂറോപ്പിനുണ്ടായിരുന്ന ഷെയർ ഡിക്ലൈൻ ചെയ്തു. ബട്ട് മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്ത് ചെയ്തു? ഇന്ത്യൻ ട്രേഡിൽ എന്ത് ചെയ്തു? ഷെയർ കൂടിക്കൊന്നു എന്നാണ്. അതായത് മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്ത് ചെയ്തു? ഇന്ത്യൻ ട്രേഡിൽ ഷെയർ ഉണ്ടായി. സോ ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് വെരി അപ്പോൾ ദാറ്റ് അതർ ഡെവലപ്പിംഗ് കൺട്രീസ് ഹാസ് ഇൻക്രീസ്ഡ് വെരി സബ്സ്റ്റാൻഷ്യൽ. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡിങ്ങൊക്കെ മറ്റ് രാജ്യങ്ങളിൽ എന്താണ് ട്രേഡിംഗ് ഷെയറിലൊക്കെ കൂടുതൽ ഇൻക്രീസ് ചെയ്തു. 14th one, in the last 2 decades, India's exports have grown faster than the world average. അപ്പം 2 പതിറ്റാണ്ട് കാലമായിട്ട് ഇന്ത്യൻ എക്സ്പോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വേൾഡ് ആവറേജിനേക്കാളും ഫാസ്റ്ററായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വളർച്ച നേടിയിട്ടുണ്ട്. 15th one, the export-import ratio in the 1990s and in the present decade has been much better than in the 1980s. അപ്പോൾ 1980-കളെക്കാട്ടിലും എക്സ്പോർട്ട് ഇമ്പോർട്ട് റേഷ്യോ 1990-ലും അറ്റ് പ്രസൻറ്റ് കാലഘട്ടത്തിലും എന്താണ്? മച്ച് ബെറ്ററാണ്. 16th one, the merchandise trade GDP ratio, particularly the export GDP ratio, improved remarkably after liberalization. After liberalization, trade GDP ratio, export GDP ratio എന്തെന്ന് remarkably improve ആയിട്ടുണ്ട്. So, depending on the nature of BOP's position, the overall macroeconomic environment, and third, external aid situation, the whole period of India's BOPs, starting from 1950 to 2010, can be divided into 5 sub-periods as shown. അപ്പോൾ ഇന്ത്യയിലെ ബോബ്സിൻ്റെ ഒരു കാലയളവ് 1950 മുതൽ 2010 വരെയുള്ള ഒരു കാലയളവിനെ 5 സബ് പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഫേസ്, പീരിയഡ്, ഫ്യൂച്ചർ. സോ ഫസ്റ്റ് ഫേസ് പീരിയഡ് അപ് ടു 1975-76 ഫീച്ചർ ഡിറ്റോറിയേഷൻ. സെക്കൻഡ് ഫേസ് 1976-77 to 1979-18 ട്രാൻസിഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. Third phase 1981 to 1989-19 emergence and persistence of structural imbalances. Fourth phase 1991 to 1995-96 stabilization and strengthening. Fifth phase 1996-97 to 2009-10 resilience in addition to growth. So thank you friends.